ഓക്കെ, അപ്പോൾ റൂബിക്സ് ക്യൂബ് സോൾവിങ് പാർട്ട് 3 എത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്തിക്കുക വെച്ചാൽ ബേസ് ഫില്ല് ചെയ്ത് മോൾ ഫില്ല് ചെയ്ത് ദെൻ നമ്മൾ എത്തിക്കുക വെച്ചാൽ ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞാൽ ഇവിടെ ഗ്രീനായിട്ട് ഫുള്ളായത്. അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെ കുറേ ചെയ്തപ്പോൾ എന്തായി, റെഡ് എത്തി. അപ്പോൾ കുഴപ്പമില്ല, റെഡ് ആകുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ റെഡ് ഫുള്ളായി നോട്ടിക്കോളി. കഴിഞ്ഞ പാർട്ട് 2 കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ലിങ്ക് രണ്ടും കാണാം. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഇനി അടുത്ത സ്റ്റെപ്പിന് ഇക്വേഷൻ വെച്ചിട്ടാണ്. രണ്ട് ഇക്വേഷൻ വെച്ചാൽ നമുക്കിനി ബാക്കി സോൾവ് ചെയ്യാൻ പറ്റും. സോ ആ ഇക്വേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ക്യൂബിനെ കുറിച്ച് അറിയാണ്ട്, അതായത് ക്യൂബിന് റൈറ്റ് ഉണ്ട്, റൈറ്റ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതുപോലെ ബാക്ക്, അവന് ഫ്രണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവന് അപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് വെച്ചിരുന്നു ഞാൻ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കാണും. അത് കാണാൻ നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കണ്ടുവരാം. അപ്പോൾ അതും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ചുരുക്കം ഞാൻ കാണിച്ചുതരാം. ഇത് റൈറ്റ് ക്ലോക്ക് വൈസ്, ഇത് റൈറ്റ് ക്ലോക്ക് വൈസ്, ഇത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ മേലോട്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ താഴോട്ട്. പിന്നെ ഇത് ഫേസ് ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബാക്ക് 2 ടൈംസ്. പിന്നെ അതുപോലെ തന്നെ അതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അത് പോയി കണ്ടുവരാം. ഇനി നമുക്ക് ഇക്വേഷൻ കാണിച്ചു തരാം. ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഡാഷ് വരുന്നത്, ആറിൻ്റെ മുകളൊക്കെ ഒരു വര ഉണ്ടോ, അവന് എഫിൻ്റെ മുകളൊക്കെ ഒരു വര ഉണ്ടോ, അതാണ് ഡാഷ് പറയും ഞാൻ, ആർ ഡാഷ്. അപ്പോൾ ഡാഷ് എന്ന് പറയുന്നതൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ആട്ടോ. അത് ആ വര വരുന്നതൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസാണ്. വെറും എഫ്, ആറ് അതുപോലെ ഒക്കെ വരുന്നത് വെച്ചാൽ വെറും ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസും റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസൊക്കെ ആ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ കണത്തിലൊക്കെ പോയി കാണാം. ഓക്കെ, നെക്സ്റ്റ് ഇത് നോക്കിക്കോളൂ. ഇതാണ്. അപ്പോൾ ഇതിവിടെ വെക്കാം, കാണിച്ചു തരാം. നമ്മളിവിടെ വെച്ചിട്ടുണ്ടോ, കാണാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഭാഗം, ഫില്ലായ ഭാഗം ഒതുങ്ങണമല്ലോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഒരു ഭാഗം ഫില്ലാക്കിയിരുന്നു. അപ്പോൾ ചിലവർക്ക് ഇതാ ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും, ഫില്ലായി ഉണ്ടാവില്ല. കാരണം ഒന്ന് മാത്രം ഫില്ലായി ഉണ്ടാവില്ല, ഇത് മാത്രം ഫില്ലായി ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് എടുക്കുക, ഏറ്റവും കൂടുതൽ ഫില്ലായത് എടുക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഫില്ലായതാണ്. അപ്പോൾ ഇത് എടുക്കുന്നത് മാത്രം നിങ്ങൾക്ക് കാണാൻ, ഇതാണ് ഇതെടുക്കുക. ഇനി ഇതാണ് ഏറ്റവും കൂടുതൽ ഫില്ലയച്ചത് എടുക്കുക. ഇനി ഇതാണ് ഏറ്റവും കൂടുതൽ ഫില്ലയച്ചത് എടുക്കുക. ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടാവും. അതായത് ഓറഞ്ച് ഒറ്റൊന്നും മാത്രം ഫില്ലായി ഉണ്ടാവില്ല, അങ്ങനത്തെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ എൻ്റെ മുഖത്ത് ഫുള്ളായത് കൊണ്ട് മാത്രം ഇതെടുക്കുന്നു. ഓക്കെ, അത് നേരെ ഓപ്പോസിറ്റ് വരണം. ഓ, ആടെ അപ്പുറത്ത് വെടിക്കെട്ടുണ്ട്, എന്താ സൗണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുക്കുക, ഇത് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവെക്കുക. അത് ഫില്ലായ ഭാഗം നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവെക്കുക. ഓപ്പോസിറ്റ് കൊണ്ടുവച്ച ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇക്വേഷൻ ചെയ്യണം. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്. വെടിക്കെട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി നോക്കാം. വെയിറ്റ്, വെടിക്കെട്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് നോക്കും നമ്മൾ. അപ്പം ഫസ്റ്റ് ചെയ്ത് തരാം. നേരെ ഓപ്പോസിറ്റ് വെച്ചു, ഇതുകൂടെ വെച്ച് ശേഷം റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫസ്റ്റ് കേട്ടോ. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബാക്ക് 2 ടൈംസ്. ബാക്ക് തന്നത് കേട്ടോ, 1, 2. ശേഷം റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക് 2 ടൈംസ്. ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത്, അതായത് ഫ്രണ്ട് ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബാക്ക് 1, 2, ബാക്ക് 2 ടൈംസ്, റൈറ്റ് 2 ടൈംസ്. ഇപ്പം സംഭവിച്ചു വെച്ചാൽ നമ്മൾ ഓറഞ്ച് ഫുള്ളായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ചിലർക്ക് ഫുള്ളാവില്ല കേട്ടോ. ചിലവരുടെ അപ്പോഴും ഇതുപോലെ തന്നെ 2 കളർ ഇങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ സെയിം ഇക്വേഷൻ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെയിം ഇക്വേഷൻ ഒന്നുകൂടി ചെയ്യാം. ഇക്വേഷൻ ഒന്നുകൂടി കാണിച്ചാൽ കേട്ടോ. ഇവിടെ നിങ്ങൾ നേരെ ഒന്ന് എഴുതിയൊക്കെ കിട്ടും, അത് മറന്നുകൊണ്ട. ഫസ്റ്റ് തന്നെ നേരെ ഒന്ന് എഴുതിയൊക്കെ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചോളി. അപ്പോൾ ഒന്നുകൂടി ചെയ്യാം. അതായത് എന്നിട്ട് നമുക്കിത് അടുത്ത പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതിപ്പോൾ റെഡി ആയില്ല, ഇങ്ങനെ കിട്ടണം. അതായത് ഒരു ഭാഗം ഫുള്ളാവുക, അതുപോലെ തന്നെ 1, 2, 3 ഇത് ഇങ്ങനെ കിട്ടും. അതായത് നടുവിൽ മാത്രം ഒറ്റ കളറായിട്ട് ബാക്കിയൊക്കെ ഫില്ലായി കിട്ടും. ഇങ്ങനെ കിട്ടാത്ത പക്ഷം ഈ സെയിം ഇക്വേഷൻ ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. ഏറ്റവും കൂടുതൽ ഫുള്ളായ ഭാഗം ഓപ്പോസിറ്റ് വെക്കുക,
എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്നും ചെയ്യാം. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ആ ഇക്വേഷൻ കാണിച്ചാൽ കേട്ടോ. ഇതാണ് ആ ഇക്വേഷൻ. ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം. ഇതൊന്നും ഇവിടെ ഒന്ന് എഴുതിയേക്കാം കേട്ടോ. ഇതും ആ 1 എന്ന് എഴുതിയത് മൊത്തം R1 U1 എന്നൊക്കെ എഴുതിയല്ലേ, അതൊക്കെ ഏതാണെന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഓക്കെ, മറ്റേ നേരത്തെ സ്ലാഷ് ആയിരുന്നു ഇതിൽ 1 എന്ന് എഴുതി കേട്ടോ. ഈ 1 R1 U1 എന്നൊക്കെ എഴുതിയല്ലേ, അതൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസും. പിന്നെ വെറും RU ഒക്കെ ക്ലോക്ക് വൈസും. R2 എന്ന് പറഞ്ഞാൽ റൈറ്റ് 2 ടൈംസ് കേട്ടോ. അത് ജസ്റ്റ് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിപ്പോഴും ഏറ്റവും കൂടുതൽ ഫില്ലായ ഭാഗത്താണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് വെക്കുക. റൈറ്റ് 2 ടൈംസ്, 1 2. ഇതിൽ നേരത്തെ ഫേസ് ആയിരുന്നു, ഇതിൽ അപ്പായിട്ട് വരുന്നത്. അപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ വീഡിയോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റി. അപ്പ് ക്ലോക്ക് വൈസ് ഇങ്ങോട്ട്, റൈറ്റ് ക്ലോക്ക് വൈസ് 1, പിന്നെ ഒരു അപ്പ് ക്ലോക്ക് വൈസ് ഒറ്റ തിരിങ്ങോട്ട്. ഓക്കെ, ഇനി R1 U1. R1 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്, R1 ആൻറ്റി ക്ലോക്ക് വൈസ്. U1 എന്ന് പറഞ്ഞാൽ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, പിന്നെ ഒറ്റ റൈറ്റ് ക്ലോക്ക് ആൻറ്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞ് വെറും U വെറും അപ്പ്, ഒറ്റ അപ്പ്. ശേഷം റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മളെ ക്യൂബ് ഫിനിഷായി. സെയിം സ്റ്റെപ്പ് ചിലപ്പോൾ ഉണ്ടാവും, ഇത് ചിലത് ഫിനിഷ് ആവില്ല. ഈ ഒറ്റ വട്ടം ചെയ്യുമ്പോൾ ഒരു പഴയ പോലെ തന്നെ ഒന്നുകൂടിയും വരും. അതായത് ഈ കഴിഞ്ഞ കാണിച്ചാണെങ്കിൽ ചിലപ്പം ചിലർക്ക് ഇതാ ഇങ്ങനെ തന്നെ ഒന്നുകൂടി വരും, വേറെ കളർ മാറിയിട്ട്. അതായത് ഫിനിഷ് ചെയ്ത് നേരത്തെ ഓറഞ്ച് നമ്മൾ ഫിനിഷ് ആയത്, ഇപ്പം നീല ഫിനിഷ് ആയി, അങ്ങനെ വേറെ കളർ ഫിനിഷ് ആയി വരും ചിലപ്പോൾ ചിലർക്ക്. ഓക്കെ, അങ്ങനെ ഫിനിഷ് ആയി വരുന്നത് വെച്ചാൽ സെയിം സ്റ്റെപ്പ് ഒന്ന് ചെയ്യുക. നേരെ മുമ്പ് വൈക്കോട്ട് ഉണ്ടാക്കുക. സെയിം സ്റ്റെപ്പ്, റൈറ്റ് 2 ടൈംസ്, അപ്പ് റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ ഒരൊറ്റ അപ്പ്, പിന്നെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ചിലപ്പോൾ ഇതാ ഒന്നുണ്ടോ രണ്ടാമതും ഇങ്ങനെ തന്നെ വന്ന് അപ്പോഴും റെഡി ആയില്ല, കുഴപ്പമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി സെയിം ഇക്വേഷൻ തന്നെ ഇത് നേരെ ബേക്ക് കൊണ്ടുവച്ചിട്ട് ഫില്ലായ ഭാഗം ബേക്ക് കൊണ്ടുവച്ച് സെയിം ഇക്വേഷൻ ഒന്നുകൂടി ചെയ്യാം. റൈറ്റ് 2 ടൈംസ്, അപ്പ് റൈറ്റ് അപ്പ്, പിന്നെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ സിംഗിൾ അപ്പ് ദെൻ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. കേട്ടോ, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇക്വേഷൻ മാത്രം നല്ലോണം മനസ്സിലാക്കി വെച്ചാൽ. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതൊക്കെ അടിപൊളിയായി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, നമ്മളത് ഫില്ല് ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻറ്റ് ആദ്യം എല്ലാവരും പഠിച്ചേക്കാം. റൈറ്റ് ഹാൻഡ് മൂവും ലെഫ്റ്റ് ഹാൻഡ് മൂവും ഒന്ന് വേഗം പഠിച്ചു വെച്ചാൽ നമുക്ക് പരിപാടി വേഗം കഴിയും, വലിയ സമയം എടുക്കില്ല. അപ്പോൾ നമ്മളത് മെല്ലെ ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഫിനിഷ് ആയതല്ലേ, ഈ ഒരു ഇക്വേഷൻ സ്പീഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, റൈറ്റ് 2 ടൈംസ്, അപ്പ് റൈറ്റ് അപ്പ്, 1 2 3. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി സെയിം ഒന്നുകൂടി ചെയ്തു തരാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് തെറ്റി. അതിന് മുമ്പ് ഇക്വേഷൻ 3 അതാ പറഞ്ഞത്. ചിലപ്പോൾ 2 വട്ടം ചെയ്താൽ റെഡി ആവില്ല. പിന്നെ 3ാമത് സെയിം ഇക്വേഷൻ ഒന്നും ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായി വിചാരിക്കുന്നു. സോറി. കണ്ടോ, ഇത്ര പണിയുള്ളൂ. അപ്പം പെട്ടെന്ന് ചെയ്യാം, കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഇത് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു കുറേ വട്ടം ചെയ്യുമ്പോൾ നമ്മൾ താനേ നമ്മളെ കൈമേൽ ഇതിങ്ങനെ താനേ വന്നോളും. ഓക്കെ, നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമ്മൾ കൈമേൽ താനേ ഇത് വന്നോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാം.